السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين، والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അഅ്മാലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മൾ അകം കടത്തി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ നല്ലൊരു മഹനീയ വേദിയിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാഹചര്യം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ധരിച്ചിട്ടുള്ള ഖമീസ് അത് എനിക്കൊന്ന് തരണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന മനുഷ്യനെ പറഞ്ഞയക്കാതെ അവിടുന്ന് ധരിച്ച ആ ഖമീസ് അവിടുന്ന് ഊരിക്കൊടുക്കുകയാണ്. 4 ദിർഹം കൊടുത്ത് വാങ്ങിയ ഒരു ഖമീസായിരുന്നു അത്. വീണ്ടും മുത്തനബി തങ്ങൾ ആ ഖമീസ് ദാനം നൽകി അവിടുന്ന് വീണ്ടും മുന്നോട്ട് ഗമിച്ചുപോയി. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 ദീനാർ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അതിൽ നിന്ന് 4 ദീനാർ ആ ധരിച്ചിരുന്ന ഖമീസിന് ചെലവായി. വീണ്ടും ആ ഖമീസ് ദാനധർമ്മം ചെയ്തിട്ട് വീണ്ടും 4 ദിർഹം നൽകിയിട്ട് വീണ്ടും ഒരു ഖമീസ് വാങ്ങി. അങ്ങനെ വീണ്ടും ആ ഖമീസ് വാങ്ങിയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറിയ പെൺകുട്ടി അവിടുന്ന് പൊട്ടി കരയുന്നത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. പ്രായമെന്നവനെന്നോ കുട്ടിയെന്നോ ഒരു ചിന്തയില്ല. ആരോടും കരുണയുടെ കാരുണ്യത്തിന്റെ പ്രവാഹമാണ് റസൂലുള്ളാഹ്. ആ ചെറിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് മുത്തുനബി തങ്ങൾ മുന്നോട്ട് പോയി. കുട്ടിയുടെ അടുത്ത് പോയി കൊണ്ട് ചോദിച്ചു, അല്ലയോ മോൾ, എന്തിനാണ് നീ കരയുന്നത്? എന്താണ് നിന്റെ പ്രശ്നമെന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നീ കരയുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുമ്പോ ആ കുട്ടി അവിടുന്ന് നിറഞ്ഞ കണ്ണോട് അവിടുന്ന് പറയുകയാണ്, ഞാനൊരു വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരിയാണ്, ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാൻ എന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് പറയാൻ, എന്നെ അവിടുത്തെ യജമാനന് രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതാണ്. 2 ദീനാറും എൻ്റെ കയ്യിൽ തന്നിട്ട് ഗോതമ്പിന്റെ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചതാണ്. ഈ അങ്ങാടിയിലേക്ക് എത്തിയതേയുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് 2 ദീനാറും നഷ്ടപ്പെട്ടു പോയി. അത് കാരണത്താലാണ് ഞാൻ കരയുന്നത് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ സ്വാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറിയ കുട്ടി അവിടുന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു 2 ദീനാർ. 10 ദീനാർ കൊണ്ട് ഇറങ്ങിയതാ. 4 ദീനാർ ഖമീസിന് കൊടുത്തു. വീണ്ടും 4 ദീനാർ ഖമീസിന് പോയി. ആകെ ബാക്കിയുള്ളത് 2 ദീനാറാണ്. ആ 2 ദീനാറും ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ,
നീ നിന്റെ വീട്ടിലേക്ക്, നീ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. സാധനം വാങ്ങാനുള്ളത് എന്താണോ എന്ത് വാങ്ങാനാണോ നിന്നെ പറഞ്ഞയച്ചത് അത് വാങ്ങിയിട്ട് നീ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടും ആ കുട്ടിയും വീണ്ടും കരയുകയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, അല്ലയോ മോളെ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ കരയുന്നത്? നിനക്ക് ആവശ്യമായ 2 ദീനാർ ഞാൻ നിനക്ക് തന്നില്ല മോളെ, പിന്നെ എന്തിനാണ് നീ കരയുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ആ കുട്ടി അവിടുന്ന് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് എത്രയോ സമയമായി ഞാൻ അങ്ങാടിയിലേക്ക് വന്നിട്ട്, ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ യജമാനൻ എന്നെ പിടിച്ച് അടിക്കും, എന്നെ പിടിച്ച് തല്ലും. അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹ്, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ആ കുട്ടി അവിടുന്ന് പറയുന്നത്. ആ കുട്ടി അവിടുത്തെ ആ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് റസൂൽ നടന്നു മുന്നോട്ട്, വ്യാമോളെ, ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാം. ആ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് വീട്ടിലേക്ക് നടന്നുപോയി. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ റസൂലുള്ളാഹ് എത്ര കാരുണ്യത്തിന്റെ പ്രവാഹമാണ്. ഒരുപാട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും കുട്ടികൾക്കുമെല്ലാം കാരുണ്യം കാണിച്ചൊരു നേതാവാണ്. ഇത്രേ കാരുണ്യത്തിന്റെ നേതാവുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ റബീഉൽ അവ്വൽ ചെലവഴിക്കേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനായിരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ദിവസേന 10 സ്വലാത്തെങ്കിലും അവിടുത്തെ ഹളറത്തിലേക്ക് നാം ഷൈർ ചെയ്യണം. നാം 24 മണിക്കൂറും ഒരുപാട് സംഭവങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഫോണിലുമായി ഇന്റർനെറ്റിലുമായി ചെലവഴിക്കുമ്പോൾ ഒരു 10 സ്വലാത്ത് ചെല്ലാൻ നാം ഓരോരുത്തരും സമയം കാണണം എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയ ഈ സംഗമം അല്ലാഹു ഒരു സ്വാലിഹായ അമാലുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെ അകം കടത്തി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ഷാമിൽ ഒരു ഗാനം ആലപിക്കുന്നു.